പറഞ്ഞു ഈ വി എസ് അച്യുതാനന്ദൻ ചിലർക്കെതിരെയൊക്കെ സമരം ചെയ്യുന്നു. പക്ഷേ മറ്റ് ചില സൈഡിൽ കൂടെ ചില കോംപ്രമൈസസ് അദ്ദേഹത്തിന് എന്തായാലും ഒരു ഭരണാധികാരിക്ക് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന പരിമിതികളല്ല വി എസ് അച്യുതാനന്ദൻ. കാരണം സാധാരണ ഒരു ഭരണാധികാരിക്ക് പാർട്ടിയിൽ നിന്നുള്ള സമ്മർദ്ദം, അത്തരം സമ്മർദ്ദങ്ങൾക്കൊന്നും വഴിപ്പെടുന്നവനല്ല താനെന്ന് അദ്ദേഹം പലപ്പോഴായിട്ട് പറയുകയോ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയോ ഒരു തെളിയിക്കാൻ ഒരു ശ്രമം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത്. അപ്പം മറ്റ് ചില ശക്തികൾക്ക് അദ്ദേഹത്തെ ദുർബലപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഞാനിത് ചോദിക്കാൻ കാരണം ലോട്ടറി മാഫിയയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെ ചില ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. താങ്കൾ തന്നെ എഴുതിയ ഒരു ലേഖനത്തിൽ സ്റ്റേറ്റ് ഡേറ്റാ സെൻറ്ററിൻ്റെ കാര്യം താങ്കൾ എഴുതിയിട്ടുണ്ട്. റിലയൻസിനെതിരെ സമരം നടത്തിയ ആൾക്ക് എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടതിന് കണ്ണ് അടയ്ക്കാൻ സാധിച്ചു എന്നുള്ളത്. ആ ഒരു വൈരുദ്ധ്യം താങ്കൾ എങ്ങനെ വിശദീകരിക്കും അച്യുതാനന്ദൻ്റെ? അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദുരൂഹമായി നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. അതൊരു മിസ്സിംഗ് ലിങ്കാണ്. കാരണം അദ്ദേഹത്തിനോട് 5 വർഷം ജോലി ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു ദൗർബല്യങ്ങൾക്കും ഒരിഞ്ച് പോലും അദ്ദേഹം വഴിപ്പെട്ടതായി 1% പോലും എനിക്ക് മനസ്സിൽ പോലും, ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, മനസ്സിൽ പോലും വി എസ് അച്യുതാനന്ദൻ ഇന്ന ദൗർബല്യത്തിന് വഴിപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് മനസ്സിൽ പോലും എനിക്ക് തോന്നിയിട്ടില്ല. അതോ ഷാജഹാൻ എന്ന വ്യക്തി വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവിനെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടതാണോ പൂർണ്ണമായിട്ട്? അല്ല, അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഞാൻ രാജേഷിനോട് തുറന്നു പറയാം, പ്രതിപക്ഷ നേതാവായിരുന്ന ആ 5 വർഷക്കാലത്തിൽ ഒരു നിമിഷം പോലും എനിക്ക് വി എസ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ 1/4% പോലും സംശയം എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടില്ല. പിന്നെ ഇന്ന് ആ സംശയങ്ങൾ ബലപ്പെട്ടു വരും. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. അത് യഥാർത്ഥത്തിൽ പിന്നെ എനിക്ക് പിന്നെ വി എസ് അച്യുതാനന്ദനെ കുറിച്ചിട്ട് മനസ്സിൽ പോലും മനസ്സിൻ്റെ ഒരു കോണിൽ പോലും ഒരു സംശയം ആ 5 വർഷക്കാലം തോന്നിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കമ്മ്യൂണിസ്റ്റുകാരൻ അത്രയേറെ പരിശുദ്ധനായിരുന്നു എന്നുള്ളതാണ്. കാരണം ഞാൻ ജീവിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ അർത്ഥത്തിലും അങ്ങോട്ട് ജീവിക്കുമായിരുന്നു. എത്രയോ ദിവസങ്ങൾ അവിടെ തന്നെ വീട്ടിൽ പോകാതെ തന്നെ അവിടെ നിൽക്കുന്ന. താങ്കളുടെ അസസ്മെന്റ് ഒരു തെറ്റുപറ്റി എന്ന് താങ്കൾക്കൊരു ചിന്ത? അന്ന് 1% പോലും അങ്ങനെ സംഭവിച്ചു. എന്നാൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഞാൻ പുറത്തുനിന്ന് എനിക്ക് നിരീക്ഷിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ പുറത്തുനിന്ന് നിരീക്ഷിക്കുമ്പോൾ പോലും നമുക്ക് ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും അദ്ദേഹത്തിൻ്റെ പല പിന്നെ നടപടികളിലൂടെയും ഉണ്ടായി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് വസ്തുതകളായി നിലനിൽക്കുമ്പോൾ നമുക്കതിനെ പിന്നെ നിഷേധിക്കാൻ കഴിയില്ല. ആരായിരിക്കും അദ്ദേഹത്തെ വഴിതെറ്റിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഉപദേശകരാണോ? അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ഒരു കോട്ടറിയെക്കുറിച്ച് പലരും പറയാറുണ്ട്. ഒരു സമയത്ത് താങ്കളെ ആ കോട്ടറിയുടെ ഭാഗമായിട്ട് പലരും വിമർശിക്കും. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള കുറേ ഉപദേശകരാണോ അദ്ദേഹത്തെ വഴിതെറ്റിക്കുന്നത് പല കാര്യങ്ങളിലും? ഒരു നേതാവ് എടുക്കുന്ന സമീപനങ്ങളെല്ലാം ജനപക്ഷത്തു നിന്നാണെങ്കിൽ കൂടെ ഉള്ളൊരു കോട്ടറിയാണെന്നുള്ള നിലയിൽ ചർച്ച വരില്ല. ഇപ്പോൾ വരാൻ കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം എടുക്കുന്ന പല നിലപാടുകളും വ്യതിചലിച്ച നിലപാടുകളാകുന്നു. അദ്ദേഹം മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ പാലിക്കാതിരിക്കുന്നു. ഇതുപോലുള്ള ആക്ഷേപങ്ങൾ വരുന്നു. അങ്ങനെ വരുമ്പോഴാണ് കോട്ടറി എന്നുള്ള നിലയിൽ വരുന്നത്. ആ കോട്ടറി എന്നുള്ള വാക്ക് എനിക്കിപ്പം ആ നിലയിൽ ഞാൻ ഉപയോഗിക്കുന്നില്ലെങ്കിലും അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ പല ഭാഗങ്ങളിൽ നിന്നുള്ള സ്വാധീനങ്ങൾക്ക് വഴിപ്പെട്ടു പോകുന്നുണ്ടെന്നുള്ള സംശയം എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, താങ്കൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വീടുമായിട്ടും ഒക്കെ വലിയ അടുപ്പം ഉണ്ടായിരുന്ന ആളാണ്. സുകുമാർ അഴീക്കോടിനെ പോലെയുള്ള ഒരാൾ പറയുന്ന വളർത്തുദോഷമുണ്ട് മകനെന്നാണ്. താങ്കൾ എങ്ങനെ കാണുന്നു? എത്രത്തോളം അതിനെക്കുറിച്ച് താങ്കൾ ചിന്തിച്ചിട്ടുണ്ട്? 43 വയസ്സിലാണ് വി എസിന് രണ്ടാമത്തെ മകൻ ജനിക്കുന്നത്. അപ്പം ഞാൻ ശരിക്കും ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ 40 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവുന്ന മക്കൾക്ക് അച്ഛനുമേൽ വലിയ സ്വാധീനം ഉണ്ടാവും എന്നും പറഞ്ഞ് ഞാനിങ്ങനെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ എടുത്തു പറയാൻ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ രണ്ടാമത്തെ മകൻ ഉണ്ടായത് 43 വയസ്സിലാണ്. അവനിപ്പോൾ 6 വയസ്സായി. അപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറയും, അവൻ നിങ്ങളെ കൊണ്ടിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുഴുവൻ നടത്തിയെടുക്കുന്നത് എന്ന് പറയും. വി എസിൻ്റെ മകനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പൊതുമണ്ഡലത്തിലേക്ക് പതിക്കാൻ തുടങ്ങിയത് ഇന്നല്ല. വി എസിൻ്റെ മകൻ എനിക്ക് തോന്നുന്നത് MCAക്കോ മറ്റോ പിന്നെ പഠിക്കാനായിട്ട് TK എഞ്ചിനീയറിംഗ് കോളേജിലോ മറ്റോ ചേരുന്ന സമയത്ത് അന്ന് മാനേജ്മെൻറ്റ് കോട്ടയിലാണ് അഡ്മിഷൻ ലഭിച്ചത് എന്ന് തുടങ്ങിയതാണ്. അതിനുശേഷം പിന്നെ നയനാർ സർക്കാരിൻ്റെ കാലത്ത് കയർഫെഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് ആക്ഷേപങ്ങൾ വന്നതിന് ശേഷമാണ് പിന്നെ വി എസ് പ്രതിപക്ഷ നേതാവായതിനു ശേഷം ഈ ഓൺലൈൻ ലോട്ടറിയുമായി ബന്ധപ്പെട്ട് മകൻ്റെ ഭാര്യയ്ക്കെതിരെ വന്നു. അതിപ്പോഴും ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിനെ മതിച്ചിട്ടുള്ളൊരു കാര്യം എപ്പോഴും ഇതാണ്, ഈ എന്തുകൊണ്ടാണ് ഈ മകനെതിരെ മാത്രം ഇങ്ങനെ ആക്ഷേപങ്ങൾ നിരന്തരമായി വരുന്നത്? മകളുണ്ട്, മരുമകനുണ്ട്, ബന്ധുക്കളുണ്ട്. അതെന്നെ സംബന്ധിച്ചിടത്തോളം ദുരൂഹമായിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവം ഞാൻ പരസ്യമായി പറഞ്ഞിട്ടാണ്. മകൻ്റെ ഭാര്യയ്ക്ക് ഓൺലൈൻ ലോട്ടറി ബിസിനസ്സിൽ ഉണ്ടായിരുന്നു.
അത് വലിയ ഒരു പിന്നെ ദൗർബല്യമായി ആയിരുന്നു. അതിനകത്തുനിന്ന് പിന്നീട് പിന്മാറുകയും ചെയ്തു. ഞാൻ മകനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, വി എസ് അച്യുതാനന്ദനെ പോലെ ഒരു ഉയർന്ന കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള, ഇത്രയും കൂടുതൽ പിന്നെ മർദ്ദനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകന് ഉണ്ടാവേണ്ട നല്ല പങ്ക് സ്വഭാവ വൈശിഷ്ട്യങ്ങളും ക്ഷമയും സമചിത്തതയും സമജീവികളോടുള്ള പിന്നെ കാഴ്ചപ്പാടും കമ്മ്യൂണിസ്റ്റ് ബോധവും ഇടതുപക്ഷ ബോധവും ഇതൊന്നും ആ ചെറുപ്പക്കാരിൽ എനിക്ക് ഒരിക്കലും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിഷയം ഞാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വി എസിൻ്റെ കുടുംബത്തിൽ അടുത്ത തലമുറയിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാവുമോ എന്നുള്ളത് ഒരു സുപ്രധാന പ്രശ്നമാണ്. എൻ്റെയോ അല്ലെങ്കിൽ രാജേഷിൻ്റെയോ കുടുംബത്തിൽ ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരായി നമ്മുടെ മക്കൾ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറയുന്നതിനകത്ത് പ്രശ്നമില്ല. പക്ഷേ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന മഹാമനുഷ്യൻ്റെ കുടുംബത്തിൽ അടുത്ത തലമുറയിൽ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ഇല്ലാതായി വരിക എന്ന് പറഞ്ഞാൽ ആ വി എസ് അച്യുതാനന്ദൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് താവഴി അവസാനിക്കപ്പെട്ടു പോവുകയാണ്. അത് ഒരു കേരളത്തിൻ്റെ നഷ്ടമാണ്, ഒരു സമൂഹത്തിൻ്റെ നഷ്ടം, സമൂഹത്തിൻ്റെ നഷ്ടവും കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ നഷ്ടമൊക്കെ തന്നെയാണത്.